നാളെ ബീഹാറിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരികയാണ്. വളരെ സന്തോഷത്തിലാണ്. നന്ദുവിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം വലിയ സന്തോഷത്തിലാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ഒരു ചിരി, അതോ ഒരു ആത്മവിശ്വാസമാണോ? ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, ഞങ്ങളുടെ ആത്മവിശ്വാസം എക്സിറ്റ് പോളുകളല്ല. ഞങ്ങളുടെ ആത്മവിശ്വാസം ബീഹാറിലെ സാധാരണപ്പെട്ട ജനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അത് അവരുടെ മുൻപാകെ വച്ചിട്ടുണ്ട്, അതിനെ അവർ തീർച്ചയായും സ്വീകരിക്കും. ഈ വിശ്വാസമുള്ളിടത്തോളം കാലം താങ്കൾ പറഞ്ഞ ആ പുഞ്ചിരി ഓരോ BJP പ്രവർത്തകൻ്റെയും ഉള്ളിൽ കാണും, അല്ലെങ്കിൽ മുഖത്ത് കാണും. കാരണം അതിൽ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരാജയത്തെയും വിജയമായി അംഗീകരിക്കുന്നവരാണ്. പരാജയപ്പെടുമ്പോൾ അതിയായ ദുഃഖവും വിജയിക്കുമ്പോൾ അതിയായ സന്തോഷവും ഞങ്ങൾക്കുണ്ടാവാറില്ല. ഞങ്ങളുടെ പ്രധാനമന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് പലതവണ. അതായത് ഞങ്ങൾ വിജയത്തിൽ മതിമറക്കുന്നവരുമല്ല, പരാജയത്തിൽ ആലസ്യപ്പെടുന്നവരുമല്ല. പരാജയം വിജയത്തിനുള്ള മുന്നോടിയാണെന്ന് കണ്ടു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല. ഏതായിരുന്നാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പല തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ആധികാരികത നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളെക്കുറിച്ചൊരു അല്ലാതെ തന്നെ ഒരു ആക്ഷേപമുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ, പരാജയപ്പെട്ടാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, വിജയിച്ചാലും അതൊരു അമിത സന്തോഷമില്ല എന്ന് പറയുന്നവരെ, ഈ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ തന്നെ ഭരിക്കും. അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ അനുവർത്തിച്ചിട്ടുള്ളതാണ്. അത് തന്നെയായിരിക്കും BJP ഇവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ ഭാരതത്തിൽ. അല്ല, അങ്ങനെയല്ല, ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഒരു സംഭവം ഹൈപ്പോത്തിക്കലാണെങ്കിലും നമുക്ക് പറയാം. അതായത് ഇങ്ങനെ സംഭവിച്ചേക്കാം. നിതീഷിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ്, JDUവിൻ്റെ സാധ്യത വളരെ കുറവ്, BJPയുടെ സാധ്യത തള്ളിക്കളയുന്നില്ല, BJPക്ക് സാധ്യതയുള്ള സ്ഥലമാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ RJD അവിടെ തള്ളിക്കളയാൻ പറ്റുന്നൊരു പാർട്ടിയാണോ? അതുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ BJP പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റുണ്ട്, ഒരു 80 സീറ്റ് അല്ലെങ്കിൽ ഒരു 85 സീറ്റ് വരെ. ഇതൊരു കാൽക്കുലേഷനാണ്, അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അതിനെക്കാട്ടിലും മുകളിലേക്കും എത്താം. എന്തായാലും ഒരു 80-85 സീറ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിതീഷ് കുമാറിൻ്റെ ആവശ്യം സത്യത്തിൽ BJPക്ക് ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞത് അത് നമുക്കിത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ സത്യത്തിൽ ഈ JDU പുലർത്താൻ എളുപ്പമാണ്, പെട്ടെന്ന് പുലരുന്ന ഒരു സംവിധാനമാണത്. അതിനെ പുലർത്തി ഒരു 10-12 സീറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചിരാഗ് പാസ്വാനും പിന്നെ ഈ നമ്മുടെ മാഞ്ചിയുടെ ഗ്രൂപ്പും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾഫില്ലായി. ഒരു 123-124 സീറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ചേട്ടൻ, ഞാൻ വരുന്ന എല്ലാ ദിവസവും ഈ പിളർത്തുന്നതിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് NDA എന്ന് പറയുന്നത് ഒരൊറ്റ കക്ഷിയാണ്. NDA നിങ്ങൾ ഇന്ത്യ അലയൻസ് പോലെ കാണരുത്. ഇന്ത്യ അലയൻസ് അധികാരത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നവരാണ്. NDA സംബന്ധിച്ചിടത്തോളം NDA ഒരു ഹൃദയബന്ധം കൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഒരു പദ്ധതി മുന്നിൽ വെച്ച് ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. അതിൽ പല ആളുകളും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ചില ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നവരോടും പുറത്തു പോയവരോടും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രാഷ്ട്രം എന്ന് പറയുന്ന ഒറ്റ കൺസെപ്റ്റിലാണ് മുന്നോട്ട് പോകുന്നത്. ആ രാഷ്ട്രം എന്ന കൺസെപ്റ്റിൽ നോ കോംപ്രമൈസ് ചെയ്യുന്ന ആർക്കും NDAക്കൊപ്പം നിൽക്കാം. അത് നിതീഷ് കുമാറിന് നിൽക്കാം, ആർക്കും നിൽക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ബീഹാറിനകത്ത് RJDയുടെ ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സർക്കാരുകളുടെ ഒരു ജംഗിൾ രാജ് ഭരണമുണ്ട്. അതൊരു IPS ഉദ്യോഗസ്ഥൻ്റെ കഥയൊക്കെ പറയാറുണ്ട്, നമ്മളൊരു സിനിമയിലൊക്കെ വന്ന കഥയെക്കുറിച്ചൊക്കെ ഉദ്ധരിക്കാറുണ്ട്. ആ ജംഗിൾ രാജ് ഭരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിജനകമായിരുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ജംഗിൾ രാജ് ഭരണത്തെക്കുറിച്ച് ഒരു പ്രചരണം വരുന്ന സമയത്ത് ജനങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ഭീതി, അത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സർക്കാർ, അത് ഏത് സർക്കാരായാലും അത്തരത്തിലൊരു ഭീതി ജനങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ സർക്കാരിനും ആ പാർട്ടിക്കും തിരിച്ചു വരിക അപ്രായോഗികമാണ്. ഇനി ആരെയാണ് RJD കൂട്ടുപിടിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ നാവായി പ്രവർത്തിക്കുന്ന, ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുകയാണ്. അതായത് ഇന്ത്യക്ക് എവിടെയെങ്കിലും ഒരു ദോഷം സംഭവിക്കുമ്പോൾ ആ ദോഷത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്യാനും ഇന്ത്യയെ പൊതുവേദികളിൽ ചെന്ന് നിന്ന് അധിക്ഷേപിക്കാനും ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തെ എല്ലായിടങ്ങളിലും ചവിട്ടി തേൽക്കുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെയാണ് അവർ കൂടെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, ചുമക്കുന്നവനെ ചുമന്നില്ലെങ്കിൽ ചുമന്നവനും ബുദ്ധിമുട്ടും എന്ന് പറയുന്നത് മാതിരി ആ ചുമന്നതിൻ്റെ കൂടി ഫലം RJD അനുഭവിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെ, വിശ്വാസങ്ങളെ ആരെയാണെന്നുള്ളത് പറയുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, ഞാൻ ഇനി അദ്ദേഹത്തിന്റെ പേര് ഞാൻ തന്നെ പറയണം, താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറയാം, എനിക്ക് പേടിയൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ഒരു കറകളഞ്ഞ രാഷ്ട്രഭക്തനാണ് എന്ന് ആരെങ്കിലും പറയൂ? ഇന്ന്
ആരും പറയില്ല. രാഷ്ട്രത്തെ കോടതികൾക്ക് പോലും അത് സംശയം വരികയാണ്. താങ്കൾ ഈ രാഷ്ട്രത്തിന്റെ തന്നെ പ്രവർത്തകനാണോ എന്ന്, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ തന്നെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണോ എന്ന് രാഷ്ട്രത്തെ കോടതികൾക്ക് പോലും സംശയം തോന്നുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് താങ്കൾക്ക് ഊഹിക്കാം. ഇതിനകത്ത് കൃത്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വികസിത ഭാരതം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വികസിത ഭാരതം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വികസനം എല്ലാ പക്ഷങ്ങളിലേക്കും എല്ലാ തലങ്ങളിലേക്കും എത്തുമ്പോഴാണ് ഒരു സർക്കാർ വിജയിക്കുക. അല്ല, അവിടെ ഒരു സംശയമുണ്ട്. അതായത് ഈ ബീഹാറിൽ കഴിഞ്ഞ ഏകദേശം ഒരു 25 വർഷമായിട്ടുള്ള ഭരണത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇന്നും എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളും ഒരുപാട് ഓടി മുന്നിലെത്തിയിട്ടും ഇതുവരെ ഓടി മുന്നിലെത്താൻ കഴിയാത്തൊരു സംസ്ഥാനമാണ് ബീഹാർ. ഇന്ന് നിരക്ഷര കുക്ഷികളുടെ നാടായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് താങ്കൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, കൂടെ നിന്നവരിൽ പലരും അവരുടെ ആദർശം പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ പറഞ്ഞ് മാറിപ്പോയിട്ട് വീണ്ടും മടങ്ങി വരുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത് പലപ്പോഴും മടങ്ങിപ്പോവുകയും തിരിച്ചു വരികയും വർഷത്തിലൊരിക്കൽ മടങ്ങിപ്പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിന് നിങ്ങൾ വീണ്ടും അവിടെ സ്വീകരിക്കുന്നത് ഈ മതന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ നിതീഷ് കുമാർ കൂടി വേണമെന്നുള്ളത് കൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല. അതൊരു മുന്നണി മര്യാദയാണ്. നിതീഷ് കുമാർ വളരെ വളരെ പഴയ ഒരു പാർട്ട്ണറാണ് NDA സംബന്ധിച്ച്. NDA രൂപീകൃതമാകുന്ന സമയത്തുള്ള ഒരു പാർട്ട്ണർമാരിൽ ഒരാളാണ് നിതീഷ് കുമാർ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ്. അദ്ദേഹത്തെ നമ്മൾ ആ ബഹുമാനം എല്ലായ്പ്പോഴും കൊടുക്കുന്നുണ്ട്, അതിപ്പോഴും കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പോകുന്നു തിരിച്ചു വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടാണ്. അതിനെ നമ്മൾ വേറെ ഒരു നിമിഷം അതിൽ പാർട്ടിയുടെ നിലപാടെന്നുള്ളത് നരേന്ദ്രമോദിയുള്ള ഒരു കണ്ണുകടിയുടെ നിലപാടാണെന്ന് പറയുന്നത് അത് നിതീഷ് കുമാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. താങ്കൾ പറഞ്ഞതുപോലെ NDA എന്ന് പറയപ്പെടുന്ന മുന്നണി സംവിധാനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും താങ്കൾ പറഞ്ഞ പരിണതപ്രജ്ഞനായ നേതാവ്, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് നിതീഷ് കുമാറിനെ കൂടെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണല്ലോ. പക്ഷെ അന്ന് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരിക്കലും ഈ നിതീഷ് കുമാർ വിചാരിച്ചു കാണില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആ പരമപദത്തിലേക്ക് നടന്നെടുക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് ഒരിക്കലും കരുതിയില്ല. പക്ഷേ NDA രൂപീകരിക്കുമ്പോൾ ഒരു മനപ്പായസം ഉണ്ടായിരുന്നു നിതീഷ് കുമാർ പ്രധാനമന്ത്രി കസേരയെക്കുറിച്ച്. അത് ലഭിക്കാതെ വന്നപ്പോഴാണ് 2014 അദ്ദേഹം ഇത് നിങ്ങളുടെ ബന്ധം ഉപേക്ഷിച്ച് പോകുന്നത് 2015, പിന്നെ 2017 മടങ്ങി വരുന്നത്. ഇങ്ങനെ പല കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഒരു മനപ്പായസം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു മനപ്രയാസവും ഉണ്ടായിരുന്നു. ഇപ്പോഴും മോദി എടുത്ത് ചിലപ്പോൾ ഒന്ന് മാറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അസൂയ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലൊന്നും പാർട്ടിയുടെ നിലപാടല്ല. ഒരു മുന്നണിക്കകത്ത് നമുക്ക് എല്ലാ തരം ആളുകളും ഉണ്ടാവും. അവർക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. എനിക്കിപ്പോൾ നാളെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമായിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് നാളെ പ്രധാനമന്ത്രി ആവാനുള്ള ആഗ്രഹം, വേറൊരാൾക്ക് വീണ്ടും ഇവിടെ തന്നെ മുഖ്യമന്ത്രി ആവണം. പല ആഗ്രഹങ്ങൾ, പല മനുഷ്യനാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല, പക്ഷെ അതിലേക്ക് എത്താനുള്ള സാഹചര്യം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം ദീർഘകാലം ബീഹാറിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അപ്പോൾ ബീഹാറിനെ പോലൊരു സംസ്ഥാനം, താങ്കൾ പറഞ്ഞത് നിരക്ഷരായിട്ടുള്ള ഒരുപാട് ആളുകൾ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിന്നൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തെ കഴിഞ്ഞ 27 വർഷം കൊണ്ട് അദ്ദേഹം ഒരു ഒന്നോ രണ്ടോ തലമുറയെ ഒരു പടി മുകളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം പൂർണ്ണമായിട്ട് അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം. പക്ഷേ അദ്ദേഹം 27 വർഷം കൊണ്ടാകെ ഒന്നോ രണ്ടോ പടിയെ കയറിയിട്ടുള്ളൂ. അല്ല, അതങ്ങനെ അവിടുത്തെ വികസനം നമ്മൾ വളരെ അകലെയാണ്. നമ്മൾ കാണുന്ന കുടിവെള്ളത്തിന് വേണ്ടി അലഞ്ഞിടക്കുന്ന ആൾക്കാരുടെ വല്ലാത്തൊരു ശൃംഖലയാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, പതിറ്റാണ്ടുകൾ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാർ, അതുപോലെ തന്നെ അവിടെ ഭരിച്ചിരുന്ന കോൺഗ്രസിലെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള RJDയുടെ ലല്ലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടന്നിരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലടക്കം അടിസ്ഥാന വികസനത്തിന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു. നമ്മൾ ടോയ്ലറ്റ്, എല്ലാ വീട്ടിലും ടോയ്ലറ്റ് ഉള്ള സംസ്ഥാനമാണെന്ന് നമ്മൾ മേനി പറയുമ്പോൾ ഞാൻ പറഞ്ഞ കഴിഞ്ഞ നമ്മുടെ ഡിബേറ്റിൽ ഞാൻ പറഞ്ഞു, ഇന്നും കേരളത്തിൽ അത്തരത്തിലുള്ള വീടുകളുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ നടക്കാത്ത വീടുകൾ ഇന്നും കേരളത്തിലുണ്ട്. നമുക്ക് കേരളവും ബീഹാറും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് പല കാര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ പല കാര്യങ്ങളിലും. അങ്ങനെയുള്ള കേരളത്തിൽ പോലും ഇന്ന് അത്തരത്തിലുള്ള നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബീഹാറിന്റെ അവസ്ഥ എന്തായിരിക്കാമെന്ന് നമുക്ക് ഊഹിക്കാം. അവിടെ തന്നെ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറെ കാലങ്ങൾക്കപ്പുറത്ത് 2014 അല്ലെങ്കിൽ ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ പരിശോധിച്ചാൽ ഘട്ടം ഘട്ടമായി ബീഹാർ ഒരു ഉയർച്ചയുടെ പാതയിലേക്ക് ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പല ചാനലുകളുടെയും മാധ്യമ റിപ്പോർട്ടർമാർ ഇന്ന് അവിടെയുണ്ട്. അവരോടെല്ലാം ബീഹാറിലെ ജനത ഒരു കാര്യം കൃത്യമായി പറയുന്നുണ്ട്, ഇവിടെ വികസനവും ജംഗിൾ രാജ് ഭരണവും ഇല്ലാതാക്കിയത്, അല്ലെ വികസനം കൊണ്ടുവന്നതും ജംഗിൾ രാജ് ഭരണം ഇല്ലാതാക്കിയതും അത് നിതീഷ് കുമാറാണ്. ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ നിതീഷ് കുമാറിന് അല്ലെങ്കിൽ മോദിക്ക് എന്ന നിലയിലേക്ക് ആ നാട്ടിന്റെ
രാഷ്ട്രീയം മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അടിത്തറയിട്ടത് ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടാണ്. ഞങ്ങൾ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന എല്ലാവർക്കും വികസനം എന്നുള്ള ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ കൃത്യമായി അവിടെ നടപ്പിലാക്കിയത് കൊണ്ടാണ്. നരേന്ദ്രമോദിജിയുടെ 2014 ശേഷമുള്ള 11 വർഷത്തെ ഭരണം, ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകളാണ്, ഏറ്റവും അധികം സ്ത്രീകളാണ് നരേന്ദ്രമോദി വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കാലഘട്ടങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന പല പല സൗഭാഗ്യങ്ങൾ, ഇപ്പം നമ്മൾ ബീഹാറിൻ്റെയൊക്കെ ജനം, നമ്മൾ ഈ നിരക്ഷരരുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും ചെറുത് എന്ന് ചിന്തിക്കുന്ന സാനിറ്ററി പാഡുകൾ, നമ്മളൊക്കെ അതിനെയൊന്നും നമ്മൾ വലുതായിട്ട് പർവ്വതീകരിക്കില്ല. കാരണം സാനിറ്ററി പാഡ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്, ഏറ്റവും അത്യാവശ്യമായ ആവശ്യങ്ങളിലൊന്നാണ്. നമ്മൾ ഒരു പഠനം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്ത്രീകൾ ബുദ്ധിമുട്ടിയിരുന്നൊരു വിഷയവും ഈ വിഷയമായിരുന്നു. 1 രൂപയ്ക്ക് അത്തരത്തിൽ സാനിറ്ററി നാപ്കിനുകൾ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി നടപ്പിലാക്കിയ രാജ്യമാണ് ഭാരതം. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൈകളിലേക്ക് എത്തേണ്ടത് അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുത്ത സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ. ഇപ്പോൾ ഗരീബ് കല്യാൺ യോജനയുടെ നമുക്ക് ഈ റേഷൻ കിട്ടുന്നു. റേഷൻ കാർഡ് ഹോൾഡർമാർ സ്ത്രീകളായതെന്നു മുതലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു ഘട്ടത്തിൽ പറഞ്ഞു നിൽക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കഴിഞ്ഞ 11 വർഷത്തെ ഭരണം സ്ത്രീ വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ പരിവർത്തനമുണ്ട്. അത് നിങ്ങൾ ഇന്ന് പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ചെന്നാൽ അവർ പണം വാങ്ങില്ല. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പണം വാങ്ങി നിൽക്കേണ്ട കാര്യം അവർക്കില്ല. കാരണം 3 മാസം കൂടുമ്പോൾ ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധിയിലൂടെ അവർക്ക് സാമ്പത്തികം കിട്ടുന്നുണ്ട്. അതുപോലെ സ്വയം തൊഴിലെടുക്കാൻ അവർക്ക് ലോൺ കിട്ടുന്നുണ്ട്. അവർക്ക് ചെറിയ ചെറിയ ലോണുകൾ വാങ്ങിക്കൊണ്ട് അവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാനുള്ള പദ്ധതികൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഇതിനൊന്നും അവർ ഈട് കൊടുക്കണ്ട. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമാണങ്ങൾ, വയലിൻ്റെ പ്രമാണങ്ങളും വയലിലൊക്കെ എഴുതി കൊടുത്തിട്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ പല കാര്യങ്ങളും നടത്തേണ്ടി വന്നിരുന്നത്. ഇന്ന് ആ സാഹചര്യം മാറി. ഒരു സ്ത്രീ ജനിച്ചാൽ, ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു പെൺകുട്ടി ജനിച്ചാൽ അവിടെ നിന്ന് തുടങ്ങി അവളുടെ മരണശയ്യയിൽ എത്തുന്നത് വരെ, ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞവർക്ക് വയോവന്ദന യോജന അടക്കം, നമ്മൾ ആദ്യം ജനിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന 5000 രൂപ എന്ന് പറയുന്ന സർക്കാരിന്റെ ആശ്വാസം തുടങ്ങി ഇങ്ങ് മരണപ്പെടുമ്പോൾ കിട്ടുന്ന 70 വയസ്സിലെ വയോവന്ദന യോജന വരെ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ അഭിമാനം പണയം വെക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സർക്കാരിനെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ നന്ദു പറയുന്ന പോലെ പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനമന്ത്രി നടപ്പാക്കുന്ന പല പദ്ധതികളുമുണ്ട്. ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളടക്കമുണ്ട് താനും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വികസനം എന്ന് പറയപ്പെടുന്നത് ബീഹാറിൻ്റെ കാര്യത്തിലേക്ക് എത്തപ്പെടുമ്പോൾ അത് അവിടുത്തെ മുഖ്യമന്ത്രിയും സംസ്ഥാനവും വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും നമ്മളീ പറയുന്ന അന്നം കിട്ടാത്തവരടക്കമുള്ളവർ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന ഒരു സമൂഹത്തിന് നമുക്ക് ഇതുവരെ ഉടച്ചു വാർത്തെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. നിങ്ങൾ അപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നതുകൊണ്ട് ഇവരെല്ലാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല, വോട്ടിന്റെ കാര്യമല്ല, ഞാൻ അവിടെ വോട്ടല്ല പറഞ്ഞു. അവരുടെ മാനസികാവസ്ഥ മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. പക്ഷേ താങ്കൾ പറഞ്ഞ റിലവൻ്റായ ചോദ്യമുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും അത്തരത്തിലുള്ള ആളുകളില്ലേ എന്നുള്ളത് റിലവൻ്റായ ചോദ്യമാണ്. പക്ഷെ അതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം ഒരു കേന്ദ്ര സർക്കാരിന് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ അവർക്ക് ചെയ്യുന്നതിന് പക്ഷേ അത് കൃത്യമായി ഗുണഭോക്താക്കൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത് സ്ഥലങ്ങളിലെ സർക്കാരുകളാണ്. അവിടെയാണ് ബീഹാറിലെ പ്രശ്നം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. കാരണം ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ പറയുന്നത് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ നാളത്തെ റിസൾട്ട് വരുമ്പോൾ ഈ സമയത്തൊക്കെ നന്ദു ഇതേ ഉത്തരങ്ങൾ തന്നെ ആയിരിക്കണം പറയേണ്ടതെന്നുള്ളതാണ്. പക്ഷെ നാളെ ഇത്തരത്തിൽ വരുമ്പോൾ ഒരു മന്ത്രിസഭ ഉണ്ടാവും. എന്തായാലും ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആത്മവിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിൽ അവിടെ NDAയുടെ മന്ത്രിസഭ വരാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന RJDയും കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം നിങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നാണ് അവർ കരുതുന്നത്. അല്ല, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഞങ്ങൾ അവസാനിപ്പിക്കുകയല്ല, അദ്ദേഹം അവസാനിപ്പിക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി തന്നെ സ്വയം അവസാനിപ്പിക്കും. കാരണം ജനങ്ങളുടെ മുന്നിൽ കോമാളിയാകുന്നതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറം കോമാളി എന്ന് പോലും ജനങ്ങൾ വിളിക്കാത്തൊരു സാഹചര്യം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴും രാഹുൽ ഗാന്ധി അങ്ങനെ തുറന്ന് ആക്ഷേപിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപം നരേന്ദ്രമോദിക്കെതിരെ വന്നാൽ അത് സഹിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട്? അല്ല, നരേന്ദ്രമോദിക്കെതിരെ എന്താ പറയാത്തത്? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു കുളം കാണുമ്പോൾ അതിനകത്തേക്ക് എടുത്തു ചാടുന്ന രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ കോമാളി എന്ന് വിളിക്കുന്നത് പലപ്പോഴും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അവരോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുമ്പോഴായിരിക്കും അതേ പറയും. ഇല്ലെങ്കിൽ ഒരു ചായക്കടയിൽ കയറി ചായ കുടിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അതിന് നിങ്ങൾ കോമാളിത്തരം എന്ന്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കോമാളിത്തരമാണോ?
ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി സാധാരണക്കാരന്റെ വീട്ടിലൊരു ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി പോകുന്ന ഒരു വീട്ടിൽ ഏത് സാധാരണക്കാരുടെ അല്ല ഞാൻ പറഞ്ഞു നരേന്ദ്രമോദി എപ്പോഴെങ്കിലും മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട്? അല്ല ഞാൻ പറഞ്ഞോട്ടെ, അഥവാ മാധ്യമങ്ങളെ കാണുന്നെങ്കിൽ എഴുതി കൊടുത്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ട് അതിനുള്ള ഉത്തരം ഇന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞോട്ടെ, അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു വീട്ടിൽ, UP-യിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു വീട്ടിൽ ഒരു വീട്ടിനകത്ത് അദ്ദേഹം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത് ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം കിട്ടാൻ വഴിയുണ്ട്, ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അപ്പോൾ അവിടെ ആ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ചായ നരേന്ദ്രമോദി കുടിക്കുമ്പോൾ നരേന്ദ്രമോദി പറയുന്നുണ്ട്, ഞാൻ ചായക്കടക്കാരനായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചായയുടെ പഥ്യം അല്ലെങ്കിൽ ചായയുടെ കൂട്ട് എങ്ങനെയാണെന്ന് എനിക്ക് ധാരണയുണ്ട്, നിങ്ങൾ വളരെ മധുരമായിട്ടാണല്ലോ കുടിക്കുന്നതെന്നൊക്കെ ആ അമ്മയോട് സംസാരിക്കുന്ന, ആ കുടുംബത്തോട് സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അതിനാരും കളിയാക്കില്ല. കാരണം അത് കൃത്യമായി ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആഭിമുഖ്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്നേഹത്തിൻ്റെ, ഒരു വാത്സല്യത്തിൻ്റെതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ വുമൺസ് ക്രിക്കറ്റ് ടീം അദ്ദേഹവുമായിട്ട് ഒരുമിച്ചിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായിട്ടുള്ള ഒരു ചോദ്യമാണ്, താങ്കളുടെ ഫേസ് പാക്ക് ഏതാണ്, അല്ലെങ്കിൽ താങ്കളുടെ ഫേസ് പാക്ക് റൊട്ടീൻ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ക്രിക്കറ്റ് താരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ. അതിൽ മറ്റൊരു ക്രിക്കറ്റ് താരം അതിൻ്റെ മറുപടി പറയുന്നുണ്ട്, കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹമാണ്. അതിനൊന്നും ആരും കളിയാക്കുന്നില്ല. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തൈര് വെങ്കായം ഇങ്ങനെ പറയുമ്പോൾ കളിയാക്കപ്പെടുന്നു? അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി തൈര് വെങ്കായം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അദ്ദേഹം കുളത്തിൽ ചാടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അദ്ദേഹം ഈ പറയുന്ന എന്തെങ്കിലും ചെയ്തു പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച വിഷയമല്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം എവിടെയാണ്? ഞങ്ങളുടെ പ്രശ്നം ഒരിടത്ത് മാത്രമാണ്. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളൊരു യുദ്ധത്തിൽ, പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടൊരു ഒരു ഫൈറ്റിൽ നിൽക്കുമ്പോൾ, ആ ഫൈറ്റിൽ ഞങ്ങളുടെ എത്ര ജവാന്മാർ ഷഹീദായി എന്ന് ചോദിച്ചാൽ അവിടെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. നിങ്ങളുടെ എത്ര സുഖോയ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, റാഫേൽ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, നിങ്ങളുടെ എത്ര പൈലറ്റുമാർ പാകിസ്ഥാനകത്തുണ്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അവിടെ മാത്രമേ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് എതിർപ്പുള്ളൂ. രാഷ്ട്രത്തിന്റെ വിഷയത്തിൽ രാഷ്ട്രത്തിനെതിരായിട്ടുള്ള നിലപാടെടുക്കുന്നിടത്ത് മാത്രമേ ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് പ്രശ്നമുള്ളൂ. അല്ല, രാഹുൽ ഗാന്ധി ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി വെങ്കായം കല്ലുപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ആയിക്കോട്ടെ. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്തായാലും നിങ്ങളുടെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അല്ല, ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഇപ്പം നിങ്ങൾ പറയുന്ന നരേന്ദ്രമോദിയിൽ മാത്രം ചുറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പോലെ ആകുന്നു. അങ്ങനെയാണെങ്കിൽ BJP ഈ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് അപ്പുറം BJP എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക? അല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ലല്ലോ, സംഘടനയല്ലേ അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് അല്ല, നരേന്ദ്രമോദി എന്ന് പറയുന്നതിന്റെ ഒരു എഫക്റ്റ് ഇല്ല. മോദിയുടെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മോദി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ എഫക്റ്റ്. മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കപ്പുറത്ത്, അത് ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞു, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാനിറ്ററി നാപ്കിൻ, ഒരു മനുഷ്യൻ അയാളുടെ ശ്രദ്ധ ഏതറ്റം വരെ ഈ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലും അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഏതറ്റം വരെ ഡീപ്പായി പോയി എന്നുള്ളതാണ് ഞാൻ ആ വിഷയം കൊണ്ട് ഉന്നയിക്കാൻ ആഗ്രഹിച്ചത്. അത്ര ദീർഘവീക്ഷണമുള്ള, അത്ര സാധാരണക്കാരന്റെ അവന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അത്രയും ആഴത്തിൽ പഠിക്കുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അയാൾ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരും. അദ്ദേഹം സ്വാഭാവികമായിട്ടൊരു വിഷന്റെ നേതാവും, അദ്ദേഹം സ്വാഭാവികമായും രാജ്യത്തിന്റെ നേതാവും, അദ്ദേഹം സ്വാഭാവികമായും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അഭിമാനത്തിന്റെ ഒരു പ്രതീകമാവും. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്കിതൊന്നും സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഇയാളെ കല്ലെറിഞ്ഞ് തോൽപ്പിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇയാളെ ചെളിയെറിഞ്ഞ് തോൽപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ ഐ എം വെരി സോറി ടു സേ ഹി ഹാസ് ടു ഫെയിൽ. കാരണം ജനം തോൽപ്പിക്കുന്നു, ഞങ്ങൾ തോൽപ്പിക്കണ്ട. ഞങ്ങൾ രാഹുൽ ഗാന്ധി ഒരിടത്തും തോൽപ്പിക്കില്ല. കാരണം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി സത്യത്തിൽ ഞങ്ങളുടെ ഒരു ഐശ്വര്യമാണ്. രാഹുൽ ഗാന്ധി പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഈ മണ്ടനേക്കാൾ നല്ലത് മറ്റൊരു തീരുമാനം എടുക്കുന്നതാണ് എന്നുള്ള ധാരണ വരുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി സത്യത്തിൽ ഞങ്ങൾക്കൊരു എതിരാളിയല്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധി ഒരു എതിരാളിയായിട്ട് പോലും കാണുന്നില്ല. പക്ഷെ ഒറ്റ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒറ്റ പ്രശ്നം എനിക്കുണ്ട്. അതായത് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ ഞങ്ങൾ രാഹുൽ ഗാന്ധി എതിർക്കുന്നത്, അത് പാകിസ്ഥാന്റെ നാവായി, ചൈനയുടെ നാവായി, നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളുടെ നാവായി രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരായി കൃത്യമായി തിരിച്ചു വരും. ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരായി കൃത്യമായി നിലപാടെടുക്കും. ആ സ്റ്റാൻഡിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും, അതിൽ സംശയമില്ല. അല്ലാതെ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന അദ്ദേഹം തന്നെയാണ്. ഗുലാം നബി ആസാദ് എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ കാശ്മീരിലെ ഗുലാം നബി
അദ്ദേഹം ഉണ്ടല്ലോ, ഗുലാം നബി ആസാദ്, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ 24 മണിക്കൂറിൽ 24 മിനിറ്റെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ 24 മണിക്കൂറും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരാൾ എന്തിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, താങ്കൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ പൊക്കോളൂ, നടത്താൻ കഴിവുള്ളവരുണ്ടല്ലോ എന്ന് ചോദിച്ച് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി പോലൊരു പാർട്ടിക്കകത്ത് നിന്ന് ഇത്രയും വർഷം പ്രവർത്തിച്ചിട്ട് പുറകിലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടി വിലയിരുത്തിയതാണ്, ഞാൻ വിലയിരുത്തിയതല്ല. അപ്പൊ അതാണ് രാഹുൽ ഗാന്ധി. ഞാൻ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താനൊന്നും ആളല്ല. അപ്പൊ അതുകൊണ്ട് ബീഹാറിൽ എന്തായാലും നിങ്ങൾ തന്നെ തിരിച്ചു ബീഹാറിൽ തീർച്ചയായും ജനക്ഷേമപരമായിട്ടുള്ള വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന NDAയുടെ ഒരു ശക്തമായ സർക്കാർ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.